Hi everyone, this is Yabin Say from Evika. അങ്ങനെ iOS 26.6-ന്റെ ബീറ്റ 2 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ തന്നെ വലിയൊരു പ്രശ്നം നമുക്ക് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 7.56 GB എൻ്റെ iPhone 11-ൽ വന്നിരിക്കുന്നത്. ചില കൂട്ടുകാർക്ക് 13 GB 14 GB വരെയും ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകുന്നുണ്ട്. അത്രയും വലിയൊരു പാക്കേജ് സൈസാണോ ഈ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒട്ടുമല്ല. കാരണം നമുക്കൊരു 7 GB 8 GB ഒരു അപ്ഡേറ്റ് വന്നാൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈമും ആ ഒരു പാക്കേജ് ഓപ്പൺ ആവാനുള്ള ടൈമും എല്ലാം ഒന്ന് കണക്കൂട്ടുമ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ഒട്ടും ചേരാത്ത ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു അപ്ഡേറ്റ് സൈസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മേ ബി എൻ്റെ തോന്നലായിരിക്കാം, പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ iPadOS, macOS, visionOS, tvOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിൻ്റെ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് iOS 26.6-ന്റെ ബീറ്റിനെ പറ്റി സംസാരിക്കാം. ഇതേപോലുള്ള ആപ്പിൾ കോൺടെന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ ദിസ് ഇസ് യബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ് ഉണ്ട്. മോർ ഡീറ്റെയിൽസ് ടാപ്പ് ചെയ്യുമ്പോൾ iOS 26.6 അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 23G5043D എന്ന് കാണാൻ പറ്റും. ഈ ഒരു D എന്നുള്ള ആൽഫബറ്റ് എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തി എന്ന് പറയാൻ പറ്റുക. സോ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്, ബാക്കി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ പുതിയൊരു മോഡേൺ ഫേംവെയർ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ടെക്നിക്കലായ ഇഷ്യൂസ് ബീറ്റ 1-ൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സെയിം കാര്യം തന്നെ ഈ ഒരു ബീറ്റ 2-ൽ നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ മേ ബി പുഷ് ചെയ്യും എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറാണ് ആൻറ്റി സ്നാച്ചിങ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിവൈസ് പെട്ടെന്ന് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ലോക്ക് ആവും. മേ ബി അത് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴത്തേക്ക് പോകുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിലായിരിക്കും മിക്കവാറും ആപ്പിൾ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡിവൈസ് ആരെങ്കിലും പെട്ടെന്ന് കള്ളന്മാർ കട്ടുകൊണ്ട് പോകുമ്പോൾ ഡിവൈസിൻ്റെ സ്ക്രീൻ ഇതേപോലെ ലോക്കാവും. ഇതേപോലെ ലോക്കാവാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കാര്യം ആക്സസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡിവൈസിനുള്ള പല സെൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ മോഷൻ സെൻസേഴ്സ് ഉണ്ട്, അതോടൊപ്പം ജൈറോസ്കോപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പല സെൻസേഴ്സും ഒരു നിശ്ചിത സ്പീഡിലായിരിക്കും നമ്മുടെ ഐഫോൺ കയ്യിലിരിക്കുമ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഡിവൈസ് ഒരു റെസ്റ്റിംഗ് പൊസിഷനാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഡിവൈസ് ഒരാൾ വലിച്ചുകൊണ്ട് ഓടുക, താഴത്തേക്ക് പോവുക എന്നിങ്ങനെ വരുമ്പോൾ ഡിവൈസിൽ കുറേയധികം സെൻസേഴ്സ് ആക്ടിവേറ്റ് ആവും. ആ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഡിവൈസ് ആരോ കട്ടുകൊണ്ടും പോയി അല്ലെങ്കിൽ പെട്ടെന്ന് ആരോ എടുത്തുകൊണ്ടും പോയി എന്ന് ഡിവൈസ് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുകയും ലോക്ക് ആവുകയും ചെയ്യും. ഇങ്ങനെ കുറേയധികം സിസ്റ്റം ആക്ടിവിറ്റിയും അതോടൊപ്പം സെൻസേഴ്സും നമ്മുടെ ഡിവൈസിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ലോക്കാണ്. രാത്രി ഓഫ് ചെയ്തപ്പോൾ 93% ചാർജ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല, എന്നാലും 92ആയി 91ആയി എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ കുറേയധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് ഓർക്കുക. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് ആപ്പിൾ ഗെയിംസിലാണ്. ആപ്പിൾ ഗെയിംസിൽ വന്നൊരു പുതിയ സ്പ്ലാഷ് സ്ക്രീനാണിത്. റീസെൻ്റ്ലി ഡൗൺലോഡഡ് എന്ന് പറഞ്ഞ ഗെയിംസിൽ കുറച്ചുകൂടെ ക്വിക്ക് ആക്സസ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സ്കോർ അപ്ഡേറ്റ്സ് എന്ന് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ആ ഓരോ ഗെയിംസിനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും അതോടൊപ്പം അച്ചീവ്മെൻറ്റ്സും ആപ്പിൾ ഗെയിംസിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് ശേഷം എൻ്റെ ഡിവൈസിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പെർഫോമൻസും സ്റ്റെബിലിറ്റിയുമാണ്. കാരണം iOS 26-ന്റെ ഈ ഒരു ബീറ്റ തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് തൊട്ട് ആപ്പിൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിവൈസിൽ വരുന്ന സെക്യൂരിറ്റി അതോടൊപ്പം പെർഫോമൻസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓവറോൾ നമ്മുടെ യൂസറിന് നല്ല രീതിക്കുള്ള ആ ഒരു യൂസർ ഇൻ്റർഫേസും ബാക്കി കാര്യങ്ങളും കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ കണ്ടോ സ്മൂത്ത്നെസ് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പേജും അതോടൊപ്പം ബാക്കി കാര്യങ്ങളും സ്ക്രോൾ ചെയ്യുമ്പോഴും നല്ല സ്മൂത്ത്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കാം. സെറ്റിങ്സ് എടുക്കാം. ഈ പറയുന്ന ബാറ്ററി എടുത്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ കാണുന്നുണ്ട് ബാറ്ററി ഹെൽത്ത് ആൻഡ് സർവീസ്. എൻ്റെ സെക്കൻഡ് ഡിവൈസ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ അമ്മ 73 74 അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയോ. കാരണം എൻ്റെ ഡേറ്റ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു ഡിവൈസിൽ 73 ആയിരുന്നു ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 74 കൂടിയിട്ടുണ്ട്. എന്ത് മാജിക്കാന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ
74 കൂടിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഡിവൈസിൽ ബേറ്റ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈൻ ബേറ്റ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ലൈൻ ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ടായിരുന്നു. സോ ഡിസ്പ്ലേയുടെ ആ ഒരു വര ഇവിടെ ഉണ്ടായ വരെയും ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. സോ മേ ബി എനിക്ക് തോന്നുന്നത് ആപ്പിൾ ഈ പറയുന്ന ഡിസ്പ്ലേ ഇഷ്യൂസും അതോടൊപ്പം ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ വേണമെങ്കിൽ കഴിഞ്ഞ ബേറ്റയുടെ വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിൽ എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് 73 ആയിരുന്നു, ഇപ്പോൾ 74 ആയി. സോ ആപ്പിൾ ഈസ് ഗിവിങ് ബാറ്ററി ബാക്ക്. എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവം ശരിയായതെന്ന്. എന്നാലും എനിക്ക് ഹാപ്പിയാണ്. 73 74 ആയല്ലോ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. ഒരിക്കലും 73 72 ആയില്ല. സോ വിച്ച് മീൻസ് ആപ്പിൾ ഈസ് ഗിവിങ് ബെറ്റർ ബാറ്ററി പെർഫോമൻസ് ആൻഡ് ഡിസ്പ്ലേ ഇഷ്യൂസ് കംപ്ലയിൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് മാജിക്കാണ്, ബഗ്ഗാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. മേ ബി ആപ്പിൾ അപ്ഡേറ്റ്സിൻ്റെ iOS 26.6 അപ്ഡേറ്റ് സൈസ് പാക്കേജ് സൈസ് കാണിച്ച പോലെ തന്നെ ബാറ്ററിയുടെ ഈ പറഞ്ഞ ബഗ്ഗും മേ ബി ആവാം. അധികം സന്തോഷകരമായിട്ടുള്ള ഇനി iOS 26.6 ഒഫീഷ്യൽ അപ്ഡേഷൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതാണ് iOS 26.5.2 എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് മിക്കവാറും നമുക്ക് ഈ ഒരു ആഴ്ച തന്നെ വരും. അടുത്ത ആഴ്ചയിൽ മിക്കവാറും iOS 26.6 ബീറ്റ 3, iOS 27 പുതിയ ബീറ്റ 2 ആൻഡ് ഒഫീഷ്യലായിട്ട് iOS 26.6 ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ജൂലൈയിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ജൂലൈയിൽ തന്നെയാണ് iOS 27 പബ്ലിക് ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. സോ സമ്മറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഗസ്റ്റിലും അതോടൊപ്പം സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്ക് വരെ ബേറ്റ റൺ ചെയ്യും. ആപ്പിളിൻ്റെ സെക്കൻഡ് ഇവൻ്റ് ആയിട്ടുള്ള ഐഫോൺ ലോഞ്ചിലായിരിക്കും ഈ പറഞ്ഞ iOS 27 നമുക്ക് ഒഫീഷ്യലി അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതും ഐഫോണിൻ്റെ പുതിയ സീരീസ് നമുക്ക് ലഭിക്കുന്നതും. ഇതൊക്കെ നമുക്ക് പ്രിഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ബേറ്റ ടെസ്റ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. അല്ലാതെ പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.6 ബേറ്റ 2 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി, അതോടൊപ്പം ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ബിൻ സേവിയർ signing from Evika.